നമസ്കാരം. മാധ്യമങ്ങളിലെ ക്രൈസ്തവ വേട്ട എന്ന പരിപാടിയുടെ 4ാം ദിനത്തിലേക്ക് സ്വാഗതം. സിനിമാ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ അവഹേളനത്തെക്കുറിച്ച് ഈ പരിപാടിയുടെ ആദ്യ ദിനത്തിൽ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ നമുക്ക് ഒരു പൊതുചിത്രം നൽകിയിരുന്നു. ചലച്ചിത്ര മേഖലയിൽ എന്തുകൊണ്ട് ക്രൈസ്തവ അവഹേളനം വർദ്ധിച്ചു വരുന്നു എന്നതിനെപ്പറ്റി വ്യക്തമായും സ്പഷ്ടമായും മലയാളത്തിലെ പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ അലി അക്ബർ ഇന്നലെ സംസാരിച്ചു. മലയാള സിനിമയിലെ ക്രൈസ്തവ അവഹേളനത്തിനെതിരെ ക്രൈസ്തവ സമുദായം പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാത്തതിന്റെ ഭവിഷ്യത്തുകളാണ് ക്രിസ്ത്യൻ സമുദായം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം സിനിമകൾ ക്രൈസ്തവ യുവജനങ്ങൾക്കിടയിൽ ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ച് തെറ്റായ ധാരണ സൃഷ്ടിക്കുവാൻ ഇടയാവുകയും അത് പലപ്പോഴും ക്രൈസ്തവ യുവജനങ്ങൾ ലവ് ജിഹാദ് പോലുള്ള കെണിയിൽ വീഴുവാൻ ചെറുതല്ലാത്ത പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമങ്ങളിലെ ക്രൈസ്തവ വേട്ട ഈ വിഷയത്തെ സംബന്ധിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് മാർ തോമസ് തറയിലാണ്. പിതാവിന്റെ വാക്കുകളിലേക്ക്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളുടെ ക്രിയാത്മകമായ ദൗത്യത്തെക്കുറിച്ചാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ മാറ്റത്തിൻ്റെ ചാലക ശക്തികളാണ്. പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്ത് മാധ്യമങ്ങളുടെ കരുത്ത് നമ്മൾ കണ്ടറിയുകയാണ്. ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ എങ്ങനെ ഈ പകർച്ചവ്യാധിയുടെ കാലത്തെ അതിജീവിക്കുമായിരുന്നു? ആ രീതിയിൽ നോക്കുമ്പോൾ ധാർമ്മികതയുടെ, നീതിയുടെ, സത്യത്തിൻ്റെ മാധ്യമപ്രവർത്തനത്തിന് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രകാശമാനമായ സാക്ഷ്യമായി മാറുകയാണ് ഷെഖൈന ടെലിവിഷനും ചാനലും അനുബന്ധ പരിപാടികളുമെല്ലാം. ഷെഖൈന ചാനലിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഒത്തിരിയേറെ അസത്യങ്ങൾ നിറയുന്ന ഒരു ലോകത്ത് സത്യത്തിൻ്റെ ഒരു മിന്നാമിനുങ്ങു വെട്ടമെങ്കിലും പരത്തുവാൻ ഈ ചാനലിന് സാധിക്കുന്നു എന്നുള്ളതിൽ നമുക്കറിയാം. മാധ്യമങ്ങളില്ലാതെ നമുക്കിപ്പോൾ ജീവിക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും നമ്മൾ സ്മാർട്ട് ഫോണുകൾ വാങ്ങിക്കൊടുക്കുകയാണ്. എല്ലാ തരത്തിലുമുള്ള വാർത്തകളും ദൃശ്യങ്ങളുമെല്ലാം അവർക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര ചെയ്യാൻ നമുക്ക് ഈ മാധ്യമങ്ങൾ വേണം, വഴി കണ്ടുപിടിക്കാൻ വേണം, അറിവ് നേടാൻ വേണം. വലിയ ഒരു ലൈബ്രറി പോലും ഒരു കുഞ്ഞ് സ്മാർട്ട് ഫോണിൽ, ഒരു ഗൂഗിളിൻ്റെ പരിധികൾക്കുള്ളിൽ ഒതുക്കുന്ന വളരെ രസകരമായ ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ. ഇവിടെ മാധ്യമങ്ങളുടെ സത്യത്തോടുള്ള പ്രതിബദ്ധതയും സത്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അവരുടെ പ്രത്യേകമായ ഒരു സമർപ്പണവുമെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോഴെങ്കിലും ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുന്നുണ്ട്. സത്യത്തിന് സാക്ഷികളാകേണ്ടവർ നിക്ഷിപ്ത താല്പര്യങ്ങൾ കൊണ്ട് അസത്യത്തിന് സാക്ഷികളാകുന്ന സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ക്രൈസ്തവരെന്നുള്ള നിലയിൽ എങ്ങനെ നമ്മൾ മാധ്യമങ്ങളെ വിലയിരുത്തണം എന്ന ശരിയായൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. നമുക്കറിയാം, മാധ്യമങ്ങളാണല്ലോ ജനാഭിപ്രായത്തെ രൂപപ്പെടുത്തുന്നത്. ജനങ്ങൾ എങ്ങനെ ചിന്തിക്കണം, ജനങ്ങൾ ഏത് വിഷയത്തിന് പ്രാധാന്യം കൊടുക്കണം, ഇതൊക്കെ ഇന്ന് തീരുമാനിക്കുന്നത് മാധ്യമങ്ങളാണ്. ചില കാര്യങ്ങൾ ആരും അറിയാതെ പോകുന്നു, ചില കാര്യങ്ങൾ മാത്രം ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വലിയ ചില അഴിമതികൾ മറന്നു പോകുന്നു, ചെറിയ ചെറിയ അഴിമതികൾ ചർച്ചയായിട്ട് മാറുന്നു. വലിയ പ്രശ്നങ്ങൾ ചിലപ്പോഴൊക്കെ മറച്ചു വയ്ക്കപ്പെടുന്നു, ചെറുതൊക്കെ വലിയതാക്കി അവതരിപ്പിക്കപ്പെടുന്നു. മനുഷ്യന് ചിന്തിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുക്കുക, അത് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, അവൻ അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. അവിടെ സത്യത്തിന് വലിയ വിലയില്ലാതാകുന്നു, സത്യം പോലെ തോന്നിക്കുന്ന കാര്യങ്ങളൊക്കെ മതിയാവുന്നു. അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക പത്രപ്രവർത്തകരുടെ സംഘം നടത്തിയ കത്തോലിക്ക മാധ്യമ പ്രവർത്തന സമ്മേളനത്തിന് ഒരു സന്ദേശം അയക്കുകയുണ്ടായി.
ഈ കോവിഡ് കാലത്ത് അവർ ഓൺലൈനിൽ ഒരുമിച്ച് കൂടുമ്പോൾ, കത്തോലിക്ക മാധ്യമ പ്രവർത്തകർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പായെ ഏറെ ആകർഷിച്ചു. ടുഗദർ വൈൽ എപാർട്ട്, ഒരുമിച്ച് അകലെയായിരിക്കുമ്പോഴും ഒരുമിച്ച്. അതായിരുന്നു അവരുടെ ചിന്താവിഷയം. അകലെയായിരിക്കുമ്പോഴും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുവാൻ, ഒരുമിച്ച് നടക്കുവാൻ, ഒരുമയുടെ സന്ദേശം കൊടുക്കുവാൻ മാധ്യമപ്രവർത്തകർ തയ്യാറാകുന്നു എന്ന ആ ഒരു സന്ദേശമാണ് ആ സമ്മേളനം നൽകിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ആ ചിന്താ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കത്തോലിക്ക മാധ്യമ പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ദൗത്യം ഒരുമയിലേക്ക്, കൂട്ടായ്മയിലേക്ക് ലോകത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. വിഭജനത്തിൻ്റെയും അതുപോലെ ഭിന്നതകളുടെയും ലോകത്തിലേക്ക് നയിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഐക്യത്തിലേക്കും നന്മയിലേക്കും സമൂഹത്തെ നയിക്കുക എന്നുള്ളതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ഈ അടുത്ത നാളിൽ സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്കും വൈദികർക്കും അൽമായർക്കുമായിട്ട് എഴുതിയ ഒരു കത്ത്, അദ്ദേഹം കൈപ്പടയിൽ ഒപ്പിട്ട ഒരു കത്ത് പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മൾ വായിക്കുകയുണ്ടായി. അതിപ്രകാരമായിരുന്നു: നിങ്ങൾ ഒരുമിച്ച് നടക്കാൻ തുടങ്ങണം. അതായത് നിങ്ങളുടെ സഭ ഒരു വലിയ സഭയല്ല, ഏതാണ്ട് 50 ലക്ഷം ആൾക്കാർ മാത്രമുള്ള ഒരു സഭയാണ്. കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ 50 ലക്ഷം പേരുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മൾ. ഈ സഭയിൽ പല രീതിയിലുള്ള കുർബാന അർപ്പണങ്ങളും അതിനെ തുടർന്നുള്ള ഭിന്നതകളുമൊക്കെ നിലനിൽക്കുന്നു. അത് നിങ്ങളുടെ സഭയുടെ ഒരുമിച്ച് നടത്തത്തിന് വിഘാതമാകുന്നതിനാൽ ഒരുമിച്ച് നടക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഐക്യത്തിൻ്റെ അപ്പസ്തോലനായിട്ട് പരിശുദ്ധ പിതാവ് നമ്മളോട് എല്ലാവരോടും കൂട്ടായ്മയിൽ വളരുവാനും ഒരുമിച്ച് നടക്കുവാനും ആവശ്യപ്പെടുകയാണ്. എത്രയോ ഹൃദയ ലാളിത്യത്തോടെ, എത്രയോ ആവേശത്തോടെ നമ്മുടെ സാധാരണ വിശ്വാസികളുടെ സമൂഹം അതിനെ സ്വീകരിച്ചു എന്നുള്ളതും നമുക്ക് ഏറെ സന്തോഷകരമായൊരു കാര്യമാണ്. ഒരുമിച്ച് നടക്കുവാൻ ജനങ്ങൾ തയ്യാറാണ്. പക്ഷെ അവിടെയും ഭിന്നതയുടെ വിത്തുകൾ വിതയ്ക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇനിയുള്ള കാലങ്ങളിൽ, എനിക്ക് തോന്നുന്ന ദിവസങ്ങളിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ മാർപ്പാപ്പായുടെ കത്തനുസരിക്കരുതെന്നും അതിനകത്ത് പറയുന്നത് പോലെ ഒരുമിച്ച് നടക്കരുതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒത്തിരി ആഹ്വാനങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞന്മാരുടെയും തത്വശാസ്ത്രജ്ഞന്മാരുടെയും ഇടയിൽ തന്നെ ഈ മാർപ്പാപ്പായുടെ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനത്തെ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് അതിന് നേരെ വിരുദ്ധമായ മനോഭാവങ്ങൾ പടർത്താനുള്ള പരിശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് ദുഃഖമാണ്. നമ്മൾ ഓർക്കണം, നമ്മുടെ സഭയെ ദുർബലപ്പെടുത്തുന്ന ശക്തികൾ ഒരിക്കലും സഭയ്ക്ക് പുറത്തല്ല, സഭയ്ക്കുള്ളിൽ തന്നെയാണ്. സഭയിൽ നിന്ന് പോഷണം സ്വീകരിച്ചവർ തന്നെയാണ് സഭയെ ദുർബലപ്പെടുത്താനായിട്ട് ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുക. നമുക്ക് സുവിശേഷത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ പറ്റും, രക്തസാക്ഷികളുടെ ചുടുനിണം വീണ് പരിപോഷിപ്പിക്കപ്പെട്ട ഈ സഭ പുറമേ നിന്നുള്ള സർവ്വ ഭീഷണികളെയും നമ്മൾ നേരിടും. ഒരുമിച്ച് നിന്നാൽ പുറമേ നിന്നുള്ള സർവ്വ ഭീഷണികളെയും നമ്മൾ നേരിടും. ഈ 2000 വർഷത്തെ സഭയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് പുറമേ നിന്നുള്ള ഭീഷണികളെയൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ സഭയെ തളർത്തിയത് സഭയുടെ ഉള്ളിൽ നിന്നുള്ള വിഘടന പ്രവർത്തനങ്ങളും ഭിന്നതകളുമൊക്കെയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അവിടെയും ഈ ഭിന്നതയുടെ വിത്തുകൾ വിതയ്ക്കപ്പെടുന്നതും ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെയാണ്. ഒരുപക്ഷെ ഒരുമിച്ച് നടക്കുന്നതിന് അനുസരിക്കുന്നവനെ, ഒരുമിച്ച് നടക്കാൻ തയ്യാറാകുന്നവനെ ആരും ഉയർത്തിക്കാട്ടില്ല. അതേസമയം ധിക്കരിക്കാൻ 10 പേരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ചാനലുകളുണ്ടാവും, ക്യാമറകളുണ്ടാവും, അവിടെ പത്രവാർത്തകളുണ്ടാവും, പത്രപ്രവർത്തകരുണ്ടാവും. കാരണം ഒരുമിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിൽ ഭിന്നതകൾ പടരുമ്പോൾ അവിടെയെല്ലാം അതിനെയെല്ലാം പർവ്വതീകരിക്കാനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണിത്. ഇതിലൂടെയെല്ലാം ജനത്തിൻ്റെ പൊതുബോധത്തെ സ്വാധീനിക്കുന്നു. ഒരുപക്ഷേ നമ്മൾ പൊതുജനമധ്യത്തിൽ നമ്മളുടെ സഭ വിചാരണ ചെയ്യപ്പെടുമ്പോഴും ഇതേ സംഭവങ്ങളൊക്കെയാണ് നടക്കുക. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ പുറമേ നിന്നുള്ള ശക്തികൾ ഏറ്റെടുത്ത് അതിനെ പർവ്വതീകരിച്ച് സഭയെ ദുർബലപ്പെടുത്താനുള്ള മാർഗങ്ങളാക്കി അതിനെ മാറ്റുകയാണ്. പക്ഷേ നമ്മൾ നന്ദിയോടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം,
അവിടുന്ന് വിശ്വസിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്നു. നമ്മുടെ ഇടയിലെ ഭിന്നതകളും നമ്മുടെ ഇടയിലെ കലഹങ്ങളും പുറമേ നിന്നുള്ള ആക്രമണങ്ങളുമൊക്കെ നമ്മുടെ സഭയ്ക്ക് നന്മയായിട്ട് പരിണമിക്കുന്നു എന്ന വലിയ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ നോക്കിക്കാണുകയാണ്. പലപ്പോഴും സഭയെ ദുർബലപ്പെടുത്തുന്ന ശക്തികളെ പർവ്വതീകരിച്ച് കാണിച്ച് അവർ 10 പേരെ ഉള്ളെങ്കിലും അവർക്ക് 10,000 പേരുടെ ശക്തി കൊടുത്ത് അവരെ അവതരിപ്പിച്ച് ഭിന്നതയുടെ വിത്തുകൾ വിതയ്ക്കാനായിട്ട് ചില നിക്ഷിപ്ത താല്പര്യക്കാരായ മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനാവാതെ ചിലപ്പോഴെങ്കിലും നമ്മൾ പതറിപ്പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ഒരിക്കലും മാനുഷികമായ കേവലം മനുഷ്യരുടെ ഒരു കൂട്ടായ്മയല്ല, ദൈവികമായ ഒരു കൂട്ടായ്മയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ സഭയിൽ ഉള്ളിടത്തോളം, ആത്മാർത്ഥതയോടെ ദൈവത്തിൻ്റെ ഹിതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുള്ളിടത്തോളം കാലം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്നുള്ളൊരു വലിയ വിശ്വാസത്തിൽ നമുക്ക് വരാനായിട്ട് സാധിക്കണം. നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ചിന്ത, കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ ആ ജനം എവിടെയായിരുന്നു? കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ അവൻ്റെ കൃപകൾ സ്വീകരിച്ച അനേകായിരങ്ങൾ ഉണ്ടായിരുന്നല്ലോ അവിടെ. ആയിരക്കണക്കിന് പേർക്ക് അവൻ ഭക്ഷണം കൊടുത്തതാണ്, ആയിരങ്ങളെ അവൻ സുഖപ്പെടുത്തിയതാണ്. അവരൊക്കെ എവിടെ പോയി? അവരുടെ ഒരു നിശബ്ദത, പൊതുജനത്തിൻ്റെ ഒരു നിശബ്ദത, വലിയ ഒരു അനീതിയുടെ മുമ്പിൽ പൊതുജനത്തിൻ്റെ നിശബ്ദത വളരെ ശ്രദ്ധേയമാണ്. ജനക്കൂട്ടത്തിൻ്റെ നിശബ്ദത മാത്രമല്ല, നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്, അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ആക്രോശിക്കാൻ ആ ജനത്തിൽ നിന്ന് അനേകരുണ്ടായിരുന്നു. അവനെ രക്ഷിക്കുക എന്ന ഒരേ ഒരു ശബ്ദമുയർന്നത് പീലാത്തോസിന്റെ ഭാര്യയിൽ നിന്ന് മാത്രമായിരുന്നു. റോമാക്കാരനായ പീലാത്തോസിന്റെ ഭാര്യയിൽ നിന്നായിരുന്നു ആ നീതിമാനെ ഒന്നും ചെയ്യരുത് എന്ന ഒറ്റപ്പെട്ട ശബ്ദം. ജനക്കൂട്ടം അവനെ ക്രൂശിക്കുക എന്ന് ആർപ്പ് വിളിച്ചു. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ജനക്കൂട്ടത്തെ തന്നെയല്ലേ അവൻ സുഖപ്പെടുത്തിയത്? ഈ ജനക്കൂട്ടത്തിനല്ലേ വിശന്നിരുന്നപ്പോൾ അവൻ ഭക്ഷണം കൊടുത്തത്? എത്രയോ അത്ഭുതങ്ങൾ, ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ ഈ ജനത്തിനു വേണ്ടിയല്ലേ അവൻ പ്രവർത്തിച്ചത്? എന്നിട്ട് അവരൊക്കെ എവിടെ പോയി? അവരുടെ നിശബ്ദത. നീതിമാൻ ക്രൂശിക്കപ്പെടുമ്പോൾ ജനക്കൂട്ടം നിശബ്ദമായിരിക്കുന്നു. കാരണം പൊതുബോധത്തെ സ്വാധീനിക്കുന്ന ശക്തികൾ അന്നുമുണ്ട്. ജനത്തിൻ്റെ പൊതുബോധത്തെ മനഃപൂർവം വക്രീകരിക്കുവാനായിട്ട് ആൾക്കാരുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് തന്നെയാണ് നമ്മൾ ഷേക്സ്പിയറിൻ്റെ പ്രശസ്തമായ ജൂലിയസ് സീസർ എന്ന നാടകത്തിലും നമ്മൾ കാണുന്നത്. ജൂലിയസ് സീസറിനെ ആരാധിക്കുന്ന ഒരു ജനസമൂഹത്തെ നമ്മൾ കാണുന്നുണ്ട്. സീസറിന് ആർപ്പ് വിളിക്കുകയാണ്. പിന്നെ സീസർ അധികാര പ്രമത്തത മൂത്ത് തിന്മ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബ്രൂട്ടസ് പ്രസംഗിക്കുമ്പോൾ സീസറിനെ കൊന്നതിൽ കുഴപ്പമില്ല എന്നുള്ളതിലേക്ക് ജനക്കൂട്ടം വരികയാണ്. വീണ്ടും ആന്റണി വന്ന് ബ്രൂട്ടസിനെതിരെ പ്രസംഗിക്കുമ്പോൾ അവർക്കെതിരെ ജനക്കൂട്ടം മാറുകയാണ്. ജനക്കൂട്ടത്തിൻ്റെ പ്രതികരണങ്ങൾ എപ്പോഴും മാറിയും മറിഞ്ഞുവിരിക്കുന്നു. എന്ന് വെച്ചാൽ ജനക്കൂട്ടത്തിൻ്റെ അഭിപ്രായങ്ങളെ മാറ്റിമറിക്കാൻ എളുപ്പമാണ്. അതിൽ നമ്മുടെ മാധ്യമങ്ങൾ പുലർത്തുന്ന ഒരു പങ്ക് വളരെ വലുതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എങ്ങനെയും പൊതുജനാഭിപ്രായത്തെ മാറ്റിമറിക്കാനുള്ള ഒരു പ്രത്യേകമായ അജണ്ടയോടുകൂടി പ്രവർത്തിച്ചാൽ അവർ വിജയിക്കുമെന്നുള്ളതിൻ്റെ ഉദാഹരണം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇലക്ഷൻ കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നതും യുദ്ധം വരുമ്പോൾ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ ഉപയോഗിക്കുന്നതും എല്ലാം ജനത്തെ കൂടെ നിർത്താൻ വേണ്ടി ചില കള്ളത്തരങ്ങൾ, സത്യം പോലെ തോന്നിക്കുന്ന ചില കള്ളത്തരങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ ദിവസത്തെ പത്രത്തിലും ഭരണാധിപർ പറയുന്ന കള്ളത്തരങ്ങൾ നമ്മൾ കണ്ട് അന്തം വിടാറുണ്ട്. എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുക? പക്ഷെ അവർക്കതിനെക്കുറിച്ച് മാനസാന്തരമില്ല. അവർക്കറിയാം, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ അവരുടെ കാര്യങ്ങളെല്ലാം നടക്കും. പലപ്പോഴും ജനക്കൂട്ടങ്ങളുടെ വലിപ്പം വർദ്ധിക്കും തോറും അവർക്ക് ഉത്തരവാദിത്ത ബോധം നഷ്ടപ്പെടുന്നു എന്ന് പറയാറുണ്ട്. അവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് അവർക്ക് കുറ്റബോധമില്ല. കാരണം അവരും അങ്ങനെ പറഞ്ഞല്ലോ, ഇവരും അങ്ങനെ പറഞ്ഞല്ലോ, എല്ലാവരും അങ്ങനെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ എനിക്ക് മാത്രമായിട്ട് ഇതിനകത്ത് പങ്കില്ല എന്ന് പറയുന്ന അവസ്ഥ. സത്യം ഷൂസിട്ട് വരുമ്പോഴേക്കും
കള്ളം ഭൂമിയെ മുഴുവൻ 2-3 പ്രാവശ്യം ചുറ്റി വന്നിരിക്കുമെന്ന് മാർക്ക് ട്വൈൻ പറഞ്ഞത് എത്രയോ വാസ്തവമാണ്. സത്യം ഷൂസ് ഇട്ട് യാത്ര തുടങ്ങാറാവുമ്പോഴത്തേക്കും കള്ളം 2-3 തവണ ലോകത്തെ മുഴുവൻ വലം വെച്ച് തിരിച്ചു വരും. ഭയങ്കര സ്പീഡിലാണ് കള്ളത്തരത്തിൻ്റെ യാത്ര. സത്യം വളരെ പതുക്കെയാണ്. സത്യമറിയാൻ മനുഷ്യൻ കാത്തിരിക്കണം. കള്ളത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കോവിഡ് കാലത്ത് കേട്ടു, കോവിഡിനെ കുറിച്ച് എന്തെല്ലാം തെറ്റിദ്ധാരണകളാണ് വളരെ പെട്ടെന്ന് പരത്തപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ശരിയായ ധാരണകൾക്ക് മുമ്പ് തെറ്റിദ്ധാരണകൾ വരികയാണ്. നല്ല വിവരമുള്ള മനുഷ്യർ പോലും അതങ്ങ് വിശ്വസിച്ച് പോവുകയാണ്. അയ്യോ, ഇങ്ങനെയൊക്കെ ആണോ? അവരങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഔദ്യോഗിക വിശദീകരണം വരുന്നത്. അത് തെറ്റാണ്, അത് പറയുന്ന പോലെ സംഭവമൊന്നുമില്ല, നിങ്ങളങ്ങനെ പേടിക്കണ്ട. പക്ഷെ അന്നേരത്തേക്കും അവൻ്റെ ഉള്ളിൽ ഈ ഭയമുണ്ട്. ഈ വാക്സിനെ കുറിച്ച് തന്നെ എന്തെല്ലാം ഭയപ്പാടുകൾ മനുഷ്യൻ്റെ മനസ്സിലുണ്ട്. സത്യം ഷൂസിട്ട് വരുമ്പോഴേക്കും കള്ളത്തരം 2-3 തവണ ഭൂമിയെ വലം വച്ചിരിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. ഇവിടെയെല്ലാം നമ്മുടെ വിദ്യാലയങ്ങൾ പോലെ തന്നെയാണ് മാധ്യമങ്ങളും. അതുപോലെ പുസ്തകങ്ങൾ പോലെയാണ് മാധ്യമങ്ങളും. നീ ഏത് പുസ്തകമാണ് വായിക്കുന്നതെന്ന് പറയുക, ഞാൻ നിന്റെ സ്വഭാവം പറയാം എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നീ ഏത് ചാനലാണ് കാണുന്നതെന്ന് പറയുക, നിന്റെ അഭിപ്രായം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, നിന്റെ രാഷ്ട്രീയം ഞാൻ ഇപ്പോഴേ പറയാം, നിന്റെ ധാർമ്മികത ഞാൻ ഇപ്പോഴേ പറയാം. കാരണം നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വാദപ്രതിവാദങ്ങളെല്ലാം കണ്ട് ചാനലിൻ്റെ അവതാരകനെ വിശ്വസിച്ച് തുടങ്ങുകയാണ് ജനം. അങ്ങനെ അയാൾ പറയുന്നത് സത്യമാണോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യതയൊന്നും അനുവാചകൻ എടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ മാധ്യമ ജാഗ്രതയെക്കുറിച്ച് നമുക്ക് കരുതലുണ്ടാവണം. അസത്യങ്ങളുടെ ഒരു ഘോഷയാത്രയിലൂടെ നമ്മുടെ സമൂഹത്തെ ഒറ്റപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു കരുത്തുണ്ടെങ്കിൽ, നമുക്ക് ശരിയായ കാര്യങ്ങൾ അറിയാമെങ്കിൽ, നമ്മുടെ സഭയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, സഭയിലൂടെ നമ്മൾ പകർന്നു കൊടുത്ത സത്യത്തിൻ്റെയും വിമോചനത്തിൻ്റെയും സുവിശേഷത്തെക്കുറിച്ച് നമുക്ക് അഭിമാനമുണ്ടെങ്കിൽ നമ്മളെ ഇതൊന്നും വലുതായിട്ട് ബാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മാധ്യമങ്ങളെ വിലയിരുത്തുവാൻ നമുക്ക് സാധിക്കണം. ഓരോ മാധ്യമത്തിനും അതിൻ്റെതായ ഒരു നിലപാടുണ്ടെന്നും അത് ചിലപ്പോൾ ചില വ്യക്തികൾക്കും സമൂഹങ്ങൾക്കുമൊക്കെ എതിരാണെന്നും ഒക്കെ ചിന്തിക്കാനുള്ള പ്രായോഗിക ബുദ്ധി നമുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആര് നടത്തുന്ന പത്രമാണ്, ആര് നടത്തുന്ന ചാനലാണ് എന്നുള്ളതിനെ ആശ്രയിച്ച് സത്യത്തിൻ്റെ നിറം മങ്ങിയും തെളിഞ്ഞുമെല്ലാം ഇരിക്കും. ചിലപ്പോൾ അത് ഇരുണ്ടുപോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പ മാധ്യമ കോൺഗ്രസിന് നൽകിയ സന്ദേശത്തിൽ മാധ്യമങ്ങളുടെ പല ദൗത്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യത്തേത് പറയുന്നത് തിന്മയിൽ നിന്ന് നന്മയെ വേർതിരിച്ചറിയുവാൻ, വിവേചിച്ചറിയുവാൻ മാധ്യമങ്ങൾ നമ്മളെ സഹായിക്കുന്നു. തിന്മയിൽ നിന്ന് നന്മയെ വിവേചിച്ചറിയുവാൻ മാധ്യമങ്ങൾ നമ്മളെ സഹായിക്കുന്നു. തിന്മയെ നിറം പിടിപ്പിച്ച് അവതരിപ്പിക്കുന്നവരാകാതെ നന്മയുടെ പക്ഷം ചേർന്ന് നന്മയെ വീറോടെ അവതരിപ്പിക്കുവാൻ മാധ്യമങ്ങൾ നമ്മളെ സഹായിക്കുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതായിരിക്കണം അവരുടെ ദൗത്യമെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് തിന്മയെ സത്യം പോലെ, നന്മ പോലെ അവതരിപ്പിക്കുകയാണ് പലപ്പോഴും മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുക. ഒരു വലിയ തിന്മയെ വളരെ റൊമാൻറ്റിക്കായിട്ട് അവതരിപ്പിച്ച് ചെറുപ്പക്കാരുടെ മനസ്സിലെല്ലാം ആ തിന്മ ചെയ്യുന്നത് സാരമില്ല കേട്ടോ, കുഴപ്പമില്ല എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് അവരെ കൊണ്ടുവരുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്താണ്? ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ ധാർമ്മികതയല്ലേ? ഇപ്പോൾ വിവാഹം വേണ്ട, ഒരുമിച്ച് ജീവിക്കുന്നതിന് ഒരു റൊമാൻറ്റിക് കളറൊക്കെ കൊടുത്ത് സിനിമകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മുടെ എത്രയോ ചെറുപ്പക്കാർ അറിയാതെ ഇത് മതി എന്നുള്ള തലത്തിലേക്ക് പോവുകയാണ്. ലൈംഗികമായ അരാജകത്വവും അതുപോലെ ബന്ധങ്ങളിലെ വൈകൃതങ്ങളുമെല്ലാം സ്വാഭാവികമായ കാര്യങ്ങളാണെന്നുള്ള രീതിയിൽ അവതരിപ്പിച്ച് തിന്മയെ നന്മ പോലെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ മാധ്യമങ്ങൾ പലപ്പോഴും അവരുടെ ദൗത്യം മറക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. ചരിത്രത്തെ വികലമായിട്ട് അവതരിപ്പിച്ച് ഒരു പ്രത്യേക വിഭാഗത്തോടുള്ള മമത കൂട്ടാനുള്ള പരിശ്രമങ്ങളും നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നടക്കുന്നുണ്ട്. മതവർഗീയ ഭ്രാന്തനായിരുന്ന ഒരു മനുഷ്യൻ
സ്വാതന്ത്ര്യ സമര സേനാനിയായി വീരപുരുഷനായി ചിത്രീകരിച്ചുകൊണ്ട് 2 or 3 സിനിമകൾ ഇറങ്ങുന്നു. അതിൽ ഒരു സിനിമ നിർമ്മിക്കുന്നത് ഒരു വലിയ ബുദ്ധിജീവിയാണ് എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അതിലൂടെയൊക്കെ അവർ നേടുന്നത് എന്താണ്? പലപ്പോഴും അവരുടെയൊക്കെ ഉള്ളിലെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സിനിമകളിലൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ചെറുപ്പക്കാരൊക്കെ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ചേരുവകളുമായിട്ട് ചേർത്ത് അവരങ്ങ് തന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലൂടെ അവർ നേടുന്നത് അവരുടെ അജണ്ടകളാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം. സത്യത്തെ അസത്യത്തിൽ നിന്ന് വിവേചിച്ചറിയാൻ സഹായിക്കുന്നതിന് പകരം പലപ്പോഴും അസത്യത്തെ സത്യമായി അവതരിപ്പിക്കുന്ന പ്രവണതകൾ വർദ്ധിച്ചു വരികയാണല്ലോ ഇന്ന്. നമുക്കറിയാം, നമ്മുടെ സഭയിൽ നമ്മൾ ധാരാളം സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ. അവിടെയൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അനേകം കുട്ടികളുണ്ട്. നമുക്കത് വളരെ സന്തോഷമാണ്. ഓരോ മതത്തിനും ഓരോ വർഗത്തിനും പ്രാധാന്യം കൊടുക്കാതെ എല്ലാവർക്കും സമത്വം കൊടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ സമൂഹത്തിൻ്റെ മുഴുവൻ നവോത്ഥാനത്തിൻ്റെ പ്രധാന കാരണക്കാരായി മാറിയ സമൂഹമാണ് നമ്മുടേതെങ്കിൽ ഇന്ന് അത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന സന്യസ്തരെയൊക്കെ എത്ര വികൃതമായിട്ടാണ് നമ്മുടെ സമൂഹം കാണുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ എത്ര വികലമായിട്ടാണ് അവരെയെല്ലാം അവതരിപ്പിക്കുക. അവരുടെ ഇടയിലെ ഒറ്റപ്പെട്ട ചില വൈകൃതങ്ങളോ വികലതകളോ മാത്രം പർവ്വതീകരിച്ച് ആ സമൂഹം മുഴുവൻ ഇങ്ങനെയാണ് എന്നുള്ള ഒരു രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? നമ്മുടെ സമൂഹത്തെ നമ്മളാക്കിയ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യത്തിൻ്റെ പൈതൃകത്തിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മാധ്യമങ്ങൾക്ക് അജണ്ടകൾ ഉണ്ടാവാം, അവർക്ക് ലക്ഷ്യങ്ങളുണ്ടാവാം. ഒരുപക്ഷെ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ അവർക്ക് പണം കൊടുക്കുന്നവർ പറഞ്ഞിട്ടാവാം അവരിതൊക്കെ ചെയ്യുക. നമുക്കതിനകത്തൊന്നും തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിച്ച് നന്മ കാണുന്ന ഒരു പൊതുസമൂഹത്തെ തിന്മ കാണുന്ന സമൂഹമാക്കി മാറ്റി മനുഷ്യനിലെ നന്മയെ സംശയിക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തെ സൃഷ്ടിച്ചെടുത്ത് ഒറ്റപ്പെടുത്തുന്നതിലൂടെ നമ്മൾ എന്തു നേടുന്നു ആത്യന്തികമായി എന്ന് ചിന്തിക്കണമെങ്കിൽ കുറച്ചുകൂടെ ധാർമ്മിക ബോധം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. നന്മയെ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് നമ്മുടെ കുറവുകളുടെ ചരിത്രം മാത്രം അവതരിപ്പിച്ച് പൊതുബോധത്തെ നിഷേധാത്മകമായി ക്രൈസ്തവ സമൂഹത്തിനെതിരായിട്ട് തിരിക്കാൻ ഇവർക്ക് പ്രേരകമാകുന്നത് എന്താണ്? ഒന്നുകിൽ ഉള്ളിൻ്റെ ഉള്ളിൽ പതിഞ്ഞു കിടക്കുന്ന വിദ്വേഷമാകാം, അതല്ലെങ്കിൽ അവർക്ക് പണം കൊടുക്കുന്നവരുടെ താല്പര്യങ്ങളാവാം. ഏതാണെങ്കിലും അതൊന്നും ഒരു ശാശ്വതമായ വിജയത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. വസ്തുതകളുടെ വ്യക്തവും മുൻവിധിയില്ലാത്തതുമായ അവതരണത്തിലൂടെ ശരിയായ കാഴ്ചപ്പാട് രൂപീകരിക്കുവാൻ മാർപ്പാപ്പ മാധ്യമങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. രണ്ടാമത്തെ ദൗത്യമായിട്ട് അവതരിപ്പിക്കുന്നതാണ്. വസ്തുതകൾ വ്യക്തമായി അവതരിപ്പിക്കണം, മുൻവിധിയില്ലാതെ അവതരിപ്പിക്കണം. അതിലൂടെ ശരിയായ ഒരു കാഴ്ചപ്പാട് കൊടുക്കണം. സത്യം പറഞ്ഞാൽ മനുഷ്യന് ബോധ്യപ്പെടും. സത്യത്തിന് ഒരുപക്ഷെ നിറപ്പകിട്ട് കാണുകയില്ല. സത്യം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരിപാടിയൊക്കെ ആയിരിക്കും. നുണയ്ക്കാണെങ്കിൽ വളരെ നിറങ്ങളുണ്ട്. നിറപ്പകിട്ടാർന്ന നുണകളെ കാണും. നിറങ്ങളില്ലാത്ത സത്യത്തെ സ്വീകരിക്കാൻ ജനത്തെ ഒരുക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് മാർപ്പാപ്പ പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ ഇന്ന് കണ്ടുവരുന്ന പല കാര്യങ്ങളും മറച്ചു വയ്ക്കപ്പെടുകയാണ്. ഇപ്പോൾ ഒരു കന്യാസ്ത്രീ മഠത്തില് ഒരുപക്ഷെ 1000 പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അത് മുഴുവൻ പ്രശ്നമായിട്ട് അവതരിപ്പിച്ച് എത്ര ദിവസമാണ് എല്ലാ ചാനലുകളും നിർത്താതെ ചർച്ച ചെയ്യുന്നത്. നമ്മളിന്ന് കോവിഡിനെയൊക്കെ തരണം ചെയ്യുകയാണ്. നമുക്കറിയാം, ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ ആരോഗ്യ സ്ഥാപനങ്ങളുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ഈ കേരളത്തിൽ ഞാൻ കേട്ടിടത്തോളം ഏതാണ്ട് 60% ആരോഗ്യ രംഗത്തെ സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളാണ്, സ്വകാര്യ ആശുപത്രികളാണ്. അവയില്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ഈ കോവിഡിനെ നേരിട്ടേനെ? സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലായിരുന്നെങ്കിൽ എങ്ങനെ സാക്ഷരതയുടെ ഈ ലക്ഷ്യം നമ്മൾ കൈവരിച്ചേനെ?
അതിനെക്കുറിച്ചൊന്നും ചിന്തയില്ലാതെ സ്വകാര്യ സ്ഥാപനങ്ങളും മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളാണെന്ന് മുദ്രകുത്തി അവയെല്ലാം അധിക്ഷേപിക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും തമാശ, ഒരു സ്വകാര്യ കോളേജിന്റെ ഹോസ്റ്റലിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് ഒരു അപകടമുണ്ടായാൽ ആ കോളേജ് മുഴുവൻ അടിച്ചു പൊട്ടിക്കും. ഒരു ഗവൺമെന്റ് കോളേജിന്റെ ഹോസ്റ്റലിൽ ഇതേ സംഭവം ഉണ്ടായാൽ ഒരു കുഴപ്പവുമില്ല. ഇതെവിടെ നിന്ന് വരുന്നു? ഈ ഒരു വേർതിരിവ് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ. സ്വകാര്യ സ്ഥാപനങ്ങളെല്ലാം കച്ചവട സ്ഥാപനങ്ങളാണ്, അവരെല്ലാം ലാഭമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു, അതുകൊണ്ട് അവരെയെല്ലാം നമ്മൾ ഒഴിവാക്കണം. ആ ഒരു തലത്തിലേക്ക് പൊതുസമൂഹത്തെ കൊണ്ടുവന്നതാരാണ്? ഇപ്രകാരമുള്ള പ്രചരണങ്ങളിലൂടെ, തെറ്റായ പ്രചരണങ്ങളിലൂടെ പൊതുസമൂഹത്തിന് സത്യത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളെ അസത്യത്തിന്റെ പുകമറയിൽ നിർത്തിക്കൊണ്ട് അവരെ വിചാരണ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ആരാണ്? അവിടെയാണ് അസത്യം പറഞ്ഞാലും വേണ്ടില്ല, ഞങ്ങളുടെ ചാനലിന് റേറ്റിംഗ് കൂടണം എന്നുള്ള വളരെ സ്വാർത്ഥപരമായ ഒരു നിലപാടിലേക്ക് പലപ്പോഴും മാധ്യമങ്ങൾ കടന്നു പോവുക. മൂന്നാമതായിട്ട്, നീതിക്കും സാമൂഹിക ഐക്യത്തിനും നമ്മുടെ പൊതുഭവനമായ ഭൂമിയോടുള്ള ബഹുമാനത്തിനും നൽകേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക. സാമൂഹിക ഐക്യത്തെ തകർക്കുന്ന വാർത്തകൾ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കാതിരിക്കുന്നുണ്ട്. അവർക്ക് അത്രയും ധാർമ്മിക ബോധമുള്ളത് കൊണ്ടാണ്. നമ്മുടെ പല മാധ്യമങ്ങളും വളരെ മാന്യമായിട്ട് തന്നെ സമൂഹത്തില് വർഗീയ ചേരിതിരിവൊക്കെ ഉണ്ടാകുന്ന വാർത്തകൾ കൊടുക്കാതിരിക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ ക്രൈസ്തവരെന്നുള്ള നിലയിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം കണ്ടത് അനാവശ്യമായിട്ടും യാതൊരു സാങ്കത്യമില്ലാത്ത വേളകളിൽ പോലും ക്രൈസ്തവർ വിചാരണ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളാരും ചോദിക്കാൻ പോകുന്നില്ല, പറയാൻ പോകുന്നില്ല. വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചാനലൊക്കെ അടിച്ചു പൊട്ടിക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരൊന്നും പറയാത്തത്. പക്ഷെ വളരെ സന്തോഷമായിട്ട് അവർ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അവിടെ ചിലരെക്കുറിച്ച് പറയാനായിട്ട് അവർക്ക് ഭയമായിരിക്കും, ഭയപ്പെട്ട് മിണ്ടാതിരിക്കുന്നു. നമ്മളെക്കുറിച്ച് പറയാൻ ഏതായാലും ഭയമില്ല. നമ്മളെക്കുറിച്ച് അസത്യം പറഞ്ഞാലും നമ്മൾ നല്ല ക്രിസ്ത്യാനികളായതുകൊണ്ട് ആരെയും ഉപദ്രവിക്കാനൊന്നും പോകത്തില്ല. സ്റ്റാൻ സ്വാമി അച്ഛൻ്റെ കസ്റ്റഡിയിലെ മരണത്തെക്കുറിച്ച് പോലും നമ്മുടെ കേരളത്തിലെ പത്രങ്ങൾ എന്തെല്ലാം രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് നമ്മൾ കണ്ടു. എത്ര വ്യത്യസ്തമായിട്ടാണ് അവരെല്ലാം റിപ്പോർട്ട് ചെയ്തത്. അവിടെ ആരുടെ താല്പര്യങ്ങൾ അവർ സംരക്ഷിക്കുകയായിരുന്നു? പലപ്പോഴും സാമൂഹിക നീതി തകർക്കപ്പെടുമ്പോൾ അതിനെതിരെ ഒന്നും സംസാരിക്കാതെ അതിനെയെല്ലാം കണ്ണടച്ചു വിടുന്ന ഒരു രീതിയും നമ്മൾ കാണുന്നുണ്ട്. അവിടെയും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ സമൂഹത്തിൽ നീതിക്കും സാമൂഹിക ഐക്യത്തിനും ഒക്കെ ത്വരകമായിട്ട് നിൽക്കേണ്ടവരാണ് നമ്മുടെ മാധ്യമങ്ങൾ. അവര് ചരിത്രത്തിൽ അതിന് ഒന്നാന്തരം ഉദാഹരണങ്ങൾ നമുക്ക് നൽകുന്നുമുണ്ട്. വലിയ വർഗീയ സംഘടനകളൊക്കെ ഉണ്ടായപ്പോൾ മാധ്യമങ്ങൾ പുലർത്തിയ ഒരു വലിയ മിതത്വം അത് നമ്മൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ചില വിഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് ആ ഒരു ബഹുമാനം ഇല്ലാതെ പോകുന്നല്ലോ എന്ന് പലപ്പോഴും നമ്മൾ ദുഃഖിക്കാറുമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ നാലാമതായിട്ട് പറയുന്ന ഒരു കാര്യം, അറിവിനെ വികലമാക്കുകയും നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കുകയും ചെയ്യുന്ന ശക്തികളിൽ നിന്ന് ജനാഭിപ്രായത്തെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. അറിവിനെ വികലമാക്കുകയും നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കുകയും ചെയ്യുന്ന ശക്തികളിൽ നിന്ന് മാധ്യമങ്ങളെ സംരക്ഷിക്കണം. അറിവിനെ വികലമാക്കുന്ന പ്രവണതകൾ ഇന്ന് ഒത്തിരിയുണ്ട്. എത്രയോ പേരുടെ മാനം നഷ്ടപ്പെടുന്നു മാധ്യമങ്ങളിലൂടെ. എത്രയോ പേരുടെ മാനം നഷ്ടപ്പെടുന്നു. പിന്നെ മാനനഷ്ട കേസുമായിട്ട് പുറകെ നടന്ന് വീണ്ടും ആക്രമണങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് പലരും മാനം നഷ്ടപ്പെട്ട് ഒതുങ്ങിക്കൂടി സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അവരുടെയൊക്കെ കണ്ണുനീരിൻ്റെ വില ആരറിഞ്ഞു? മാനം നഷ്ടപ്പെട്ട് ജീവൻ ഒടുക്കിയവരത് വരെയില്ലേ ഈ സമൂഹത്തിൽ? മാധ്യമ വിചാരണയിൽ മാനം നഷ്ടപ്പെട്ട് ജീവിതം ദുഷ്കരമായ എത്രയോ പേര്. നിഷ്കളങ്കരുടെ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ഒഴിയാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. നമുക്കറിയാം, പലപ്പോഴും സാമ്പത്തിക താല്പര്യങ്ങളുടെ പേരിൽ
സത്യത്തെ തമസ്കരിക്കാനുള്ള പ്രവണതകൾ ഇന്നേറെ കാണുന്നുണ്ട്. സാമ്പത്തികമായ താല്പര്യങ്ങളുണ്ടെങ്കിൽ സത്യത്തെ തമസ്കരിക്കാം. നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ആ വാർത്ത കൊടുക്കാം. ഈ വാർത്ത നമുക്ക് ഇവനെതിരായിട്ട് കൊടുക്കാം. കാരണം നമുക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകണമെങ്കിൽ അത് നമ്മളെ സഹായിക്കും. അതാണ് ക്രൈസ്തവ പൗരോഹിത്യത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ഒക്കെ അപജയങ്ങളെടുത്ത് 40 ദിവസമൊക്കെ തുടർച്ചയായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലെ പ്രേരകമൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ ചർച്ചകൾ സ്പോൺസർ ചെയ്യുന്നവരെ കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് സാമാന്യ ബോധമൊക്കെ ഉണ്ട്. എന്നിട്ടും ക്രൈസ്തവമായി മാത്രമേ ഞങ്ങൾ പ്രതികരിക്കുന്നുള്ളൂ എന്നും നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. നമുക്കറിയാം, നമ്മുടെ സഭയുടെ നന്മകളെ ദൗർബല്യങ്ങളാക്കി കണ്ടുകൊണ്ട് ഈ സഭയെ അപമാനിക്കുവാനും ആക്ഷേപിക്കുവാനും എല്ലാം പരിശ്രമിക്കുന്ന ശക്തികൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അവിടെയാണ് ഈ സത്യത്തെ തമസ്കരിക്കുന്ന ശക്തികളെക്കുറിച്ച്, സത്യം പോലെ തോന്നിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. മാർപ്പാപ്പ മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൽ പറയുന്നത്, ഒരു മാധ്യമ പ്രവർത്തകൻ മറ്റുള്ളവരുടെ ക്ഷേമത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കുന്നവനാണ് എന്നത്രേ. മാധ്യമ പ്രവർത്തനം മനുഷ്യകുലത്തിൻ്റെ നന്മയെ ലക്ഷ്യമാക്കി ആകണമെന്ന് പറയുമ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് വ്യക്തികളുടെ ക്ഷേമം മാത്രമല്ല, വ്യക്തികളുടെ സ്വാതന്ത്ര്യം മാത്രമല്ല, വ്യക്തികളുടെ സംരക്ഷണം മാത്രമല്ല, മനുഷ്യകുലത്തിൻ്റെ സംരക്ഷണം വളരെ പ്രധാനം, സമൂഹത്തിൻ്റെ നന്മയും പ്രധാനപ്പെട്ടതാണ്. അബോർഷൻ എന്ന തിന്മയെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഏതൊരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിക്കും ഇഷ്ടം പോലെ തീരുമാനിക്കാവുന്ന ഒരു കാര്യമായി ചെറുപ്പക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ചേരുവകൾ ചേർത്ത് സിനിമകൾ ഉണ്ടാക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, വ്യക്തി സ്വാതന്ത്ര്യത്തിൽ മാത്രമായിട്ട് നിങ്ങൾ സമൂഹത്തിൻ്റെ നന്മയെ ഒതുക്കരുത്. ഗർഭഛിദ്രം എന്ന് പറയുന്ന തിന്മ സാധാരണമായി കഴിഞ്ഞാൽ നമുക്കെങ്ങനെ സമൂഹത്തിൻ്റെ നന്മ ഉറപ്പാക്കാനായിട്ട് സാധിക്കും? പിടഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ തന്നെ ഇല്ലാതാക്കപ്പെടുന്ന ജന്മങ്ങളുടെ ആ കരച്ചില് അത് നമ്മളെ എവിടെ കൊണ്ട് എന്ന് എത്തിക്കും? അപ്പോൾ അപ്രകാരമുള്ള സന്ദേശങ്ങൾ യുവതലമുറയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഇത് പൊതുനന്മയെ സഹായിക്കുമോ? ഇത് ഒരു വ്യക്തിയുടെ കുറച്ചു നാളത്തെ സുഖകരമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അത് ഉപകരിക്കുമെന്ന് നിങ്ങൾ പറയുമ്പോൾ അത് ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സാക്ഷി അയാളെ വെറുതെ വിടുമോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം വളരെ പ്രസക്തമാണ്. ദീർഘകാല നന്മയെ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളിലാണ് നമ്മൾ ഏർപ്പെടേണ്ടത്, അല്ലാതെ താൽക്കാലികമായ നേട്ടങ്ങളല്ല. താൽക്കാലികമായ നന്മകളെക്കാളും ദീർഘകാല നന്മകൾ ലക്ഷ്യമാക്കുമ്പോഴാണല്ലോ മനുഷ്യകുലത്തിന് സന്തോഷകരമായ സഹവർത്തിത്വം സാധ്യമാവുക. ജീവിതത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും താൽക്കാലിക നേട്ടം മാത്രമായിട്ട് നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ ഒരു വ്യക്തി സന്യാസം സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഒരു നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല സന്യാസം സ്വീകരിക്കുന്നത്. പലപ്പോഴും അവരോട് ചോദിക്കും, ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ സന്യാസത്തിലേക്ക് വരുന്ന വ്യക്തികളോട് ഓരോരുത്തരോടും ചോദിക്കും, നിങ്ങൾക്ക് മുന്നോട്ട് പോകണമോ? പോകണം, പോകാൻ തയ്യാറാണ്, പ്രാർത്ഥിച്ചു, ഒരുങ്ങി എന്നെല്ലാം പറയുമ്പോൾ മാത്രമാണ് ഒരാളെ സന്യാസത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും സ്വീകരിക്കുന്നത്. സ്വീകരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഈ വ്രതങ്ങളൊന്നും പറ്റുകയില്ല, എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കണം, എൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആ അനുസരണക്കേടിനെയും ധിക്കാരത്തെയും എല്ലാം വലിയ മഹത്വവൽക്കരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ സന്യാസം എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ നന്മയെ പിന്തുണയ്ക്കുകയാണോ അതോ അതിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുകയാണോ ചെയ്യുക? സന്യാസത്തിൻ്റെ നന്മകൾ ഒത്തിരി ലഭിച്ച ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. എല്ലാ കാലത്തെയും സമൂഹത്തിൽ സന്യാസമുണ്ടായിരുന്നു. ജീവിതം സമർപ്പിച്ചവരുടെ സമൂഹങ്ങൾ, ഈ ചരിത്രത്തിന് സംസ്കാരത്തിന് കൊടുത്തിട്ടുള്ള നന്മകൾ വളരെയേറെയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ഒന്നും മാനിക്കാതെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ 2-3 വ്യക്തികളുടെ സന്യാസ വ്രത തിരസ്കാരങ്ങളെ മഹത്വവൽക്കരിച്ചുകൊണ്ട് നിലപാടുകൾ എടുക്കുമ്പോൾ നമ്മൾ ആരെയാണ് പിന്തുണയ്ക്കുക? വ്യക്തിയുടെ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞ് വ്യക്തിയുടെ സ്വാർത്ഥതയാണോ?
സമൂഹത്തിൻ്റെ നിലനിൽപ്പെന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റെ നാശത്തെയാണോ? അവിടെയൊക്കെയാണ് മൂല്യബോധം നമ്മുടെ ഓരോ തീരുമാനത്തെയും സ്വാധീനിക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ആൾക്കൂട്ടത്തെ ആകർഷിക്കാനായിട്ട് നമുക്ക് എന്തും പറയാം, എന്തും ചെയ്യാം. എൻ്റെ പരിപാടി 10 പേര് കാണണമെങ്കിൽ എനിക്ക് ഏത് രീതിയിലും അതിനെ അവതരിപ്പിക്കാനായിട്ട് പറ്റും. പക്ഷേ നിന്റെ ഈ അവതരണം കേട്ട് നിന്നെ ശ്രവിക്കുന്ന മനുഷ്യനിലെ സത്യത്തോടുള്ള താല്പര്യം വർദ്ധിക്കുകയാണോ, അതോ തിന്മയോടുള്ള താല്പര്യം വർദ്ധിക്കുകയാണോ എന്ന ഒരു ചോദ്യം നമ്മളെപ്പോഴും നമ്മുടെ വിവേചനത്തിന് വിഷയമാക്കേണ്ട ഒന്നാണ്. അതോടൊപ്പം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ മാധ്യമ പ്രവർത്തകർക്കുള്ള സന്ദേശത്തിൽ പറയുന്ന ഒരു കാര്യം, ലോകം ഭിന്നതകളും പ്രതിസന്ധികളും ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ വേദനിക്കുന്നവൻ്റെയും പാവപ്പെട്ടവൻ്റെയും അവസ്ഥകൾ ശ്രദ്ധിക്കണമെന്നാണ്. ലോകം ഒരുപക്ഷെ വർഗീയമായ രാഷ്ട്രീയമായ ഭിന്നതകൾക്കും പ്രതിസന്ധികൾക്കുമൊക്കെ ഒത്തിരി ആരോഗ്യം അതിനായിട്ട് മാറ്റിവെക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വേദനിക്കുന്ന മനുഷ്യൻ്റെ കണ്ണുനീരൊപ്പാനാണ്, അവൻ്റെ പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭരണകൂടത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും. സാധാരണക്കാരൻ്റെ വേദന മിണ്ടാതിരുന്നുകൊണ്ട്, സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ടുകൾ, സാധാരണക്കാരൻ്റെ അവസ്ഥകൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭരണകൂടങ്ങളെ പ്രസാദിപ്പിക്കാനാവും, അതിലൂടെ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യാനാവും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതലും സാധാരണക്കാരൻ്റെ വേദനകളാണ്. ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തെ ഏറെ സ്വാധീനിച്ചത് നമ്മുടെ വിദ്യാലയങ്ങളാണെങ്കിൽ, ആ വിദ്യാലയങ്ങളാണ് നമ്മുടെ സമൂഹത്തിന് ഇത്രമാത്രം സംസ്കാരവും ഇത്രമാത്രം പ്രബുദ്ധതയും നൽകിയതെങ്കിൽ ഇനിയുള്ള കാലത്ത് ആ ദൗത്യം മാധ്യമങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. കാരണം നിങ്ങൾ പറയുന്ന വാക്കുകൾ അനേകരെ സ്വാധീനിക്കുകയാണ്, അവരുടെ ചിന്താഗതിയെ മാറ്റിമറിക്കുകയാണ്. അവിടെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളുടെ പിന്നാലെ മാത്രം പോയി സാധാരണപ്പെട്ടവൻ്റെ വേദനയെയും അവൻ്റെ അസ്വസ്ഥതകളെയും തമസ്കരിക്കരുത് എന്ന് പറയുകയാണ്. ഗംഗയിലൂടെ ഒഴുകി നടന്ന മൃതദേഹങ്ങളുടെ കണക്ക് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? പലപ്പോഴും ഭരണകൂടങ്ങളുടെ തീരുമാനങ്ങൾക്കിരയായി ജീവിതം നഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ കണക്ക് ഏതെങ്കിലും പത്രത്തിൽ വരാറുണ്ടോ? അതിനൊന്നും കണക്കുകളില്ല, അതൊന്നും ആരും പറയാറുമില്ല. പലപ്പോഴും മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള ഭിന്നതകളുടെയും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളുടെയും എല്ലാം പിന്നാലെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. 2018 പ്രളയകാലത്ത് ഓഗസ്റ്റിലായിരുന്നു വലിയ പ്രളയം. പക്ഷെ അതിനു മുമ്പും ചെറിയ രീതിയിൽ പ്രളയങ്ങൾ വന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ മനുഷ്യൻ ഒത്തിരി ദുരിതം അനുഭവിക്കുകയായിരുന്നു. അവരെ സംരക്ഷിക്കാനും അവരെ സഹായിക്കാനും എല്ലാവരും മുന്നിട്ടിറങ്ങുമ്പോൾ അതിൻ്റെ മുന്നിൽ സഭയുണ്ടായിരുന്നു, വൈദികരുണ്ടായിരുന്നു, സന്യസ്തരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഊണും ഉറക്കവുമില്ലാതെ പരിശ്രമിക്കുമ്പോഴും നമ്മുടെ ചാനലുകൾ അന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അച്ഛനും കന്യാസ്ത്രീയും പ്രശ്നങ്ങളും ഒക്കെയായിരുന്നു. അവരെത്ര ദിവസമാണ് ചർച്ച ചെയ്തത്? 40 ദിവസമൊക്കെയാണ് അവർ ചർച്ച ചെയ്തത്. അവർക്കന്ന് ഈ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിത്താഴുന്ന മനുഷ്യൻ്റെ വേദന കാണാൻ അവർക്ക് സമയമില്ല. അവന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന സമയം പാഴാണ്, അതിനാരും കാശ് കൊടുക്കുകയില്ല. അതേസമയം ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്താൽ ചിലപ്പോൾ സാമ്പത്തികമായ നേട്ടമുണ്ടാവും, റേറ്റിംഗ് ഒക്കെ കൂടും, കാണാനായിട്ട് ആള് കൂടും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കിടക്കുന്ന മനുഷ്യൻ്റെ ദുരിതം പറഞ്ഞിട്ട് ആർക്കെന്ത് കിട്ടാൻ? പലപ്പോഴും സ്വാർത്ഥതയുടെ ഒരു സംസ്കാരത്തിൽ ഇത്തരത്തിലുള്ള നന്മകൾ നമ്മൾ മറന്നുപോകുന്നു എന്നുള്ള ഒരു വാസ്തവം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഈ കോവിഡ് കാലത്ത് പ്രത്യേകിച്ചും മാധ്യമങ്ങളുടെ ഒത്തിരി നന്മയും തിരിച്ചറിഞ്ഞതാണ്, പ്രളയകാലത്തും തിരിച്ചറിഞ്ഞതാണ്. ആൾക്കാരെ സംരക്ഷിക്കാനും രക്ഷിക്കാനും ഒക്കെയായി കോവിഡ് കാലത്ത് ജനങ്ങളെ ശരിയായ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും നമ്മുടെ മാധ്യമങ്ങൾ നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. നല്ല സംസ്കാരം സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് കഴിയും. പക്ഷേ അവരുടെ താല്പര്യങ്ങൾ മാറിപ്പോകുമ്പോൾ, അവരുടെ താല്പര്യങ്ങൾ സ്വാർത്ഥമാകുമ്പോൾ നന്മ ചെയ്യാനുള്ള ഈ വലിയ സാധ്യതയെ ഇല്ലാതാക്കിക്കൊണ്ട് തിന്മയ്ക്ക് കൊടിപിടിക്കുന്നവരായിട്ട് മാറുകയാണ്. അവിടെ
നുണകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന ഗീബൽസിയൻ തന്ത്രമെല്ലാം അവരെടുത്ത് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും. ഒരു നുണ പല ആവർത്തി പറഞ്ഞാൽ അത് സത്യമായിട്ട് മാറും. അത് കേൾക്കുന്ന മനുഷ്യന്റെ ചിന്താധാരയെ അത് മാറ്റിമറിക്കും. നിങ്ങൾ എന്താണ് ചിന്തിക്കേണ്ടത് എന്ന് പറയേണ്ടതിന് പകരം എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. എന്താണ് ചിന്തിക്കേണ്ടത്? നന്മയാണ് ചിന്തിക്കേണ്ടത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്, പ്രത്യാശ നൽകുന്ന കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. പക്ഷെ അതിനേക്കാൾ ഏറെ നമുക്ക് ലഭിക്കുന്നത് പോലെ എന്തിനെക്കുറിച്ചാണ് ഈ ആഴ്ച നിങ്ങൾ ചിന്തിക്കേണ്ടത് അത് തീരുമാനിക്കുന്നത് ചിലരൊക്കെയാണ്. അത് തന്നെ ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടേയിരിക്കും. പല പ്രാവശ്യം കേൾക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ ചിന്താരീതികൾ മാറുകയാണ്. മനുഷ്യൻ്റെ ചിന്താരീതിയെ മാറ്റുന്നതിൽ ഈ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടതെന്ന് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ നമ്മൾ ഓർക്കണം. ഉദ്വേഗം ജനിപ്പിക്കുന്ന വാർത്തകൾ മാത്രമേ ജനങ്ങൾക്ക് താല്പര്യമാകൂ എന്നുള്ള അവസ്ഥയിൽ ഈ ജനങ്ങളെ എത്തിച്ചതാരാണ്? സത്യം പറഞ്ഞാൽ കേൾക്കാൻ ജനത്തിന് താല്പര്യമില്ല എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ വരുന്നത് എപ്പോഴാണ്? പലപ്പോഴും ഒരു സംഭവമുണ്ടായി സത്യം പോലെ തോന്നിക്കുന്ന എന്തൊക്കെയോ അതിലൊക്കെ കിട്ടുമെങ്കിൽ പിന്നെ അതിനെ സത്യമായി അങ്ങ് പറഞ്ഞ് വർഷങ്ങൾ പറഞ്ഞ് മനുഷ്യൻ്റെ മനസ്സിൽ മുൻവിധികൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ കുറ്റവാളികളല്ലാത്തവർ കുറ്റവാളികളായി മാറുന്നു. ജനം വിശ്വസിക്കുന്നില്ല അവർ കുറ്റവാളി അല്ലെന്ന്. ഇനി എങ്ങാനും ഒരു കോടതി അവർ കുറ്റവാളി അല്ലെന്ന് വിധിച്ചാലോ കോടതി പണം വാങ്ങി അത് ചെയ്തതാണെന്ന് വളരെ പെട്ടെന്ന് ജനം വിധി എഴുതുന്നു. ഇനി ജനക്കൂട്ടം പറഞ്ഞത് തന്നെ കോടതി പറഞ്ഞാലോ കോടതി ഏറ്റവും മഹത്വവൽക്കരിക്കപ്പെടുന്നു, ഏറ്റവും കൂടുതൽ പ്രശംസിക്കപ്പെടുന്നു. ഇവിടെയൊക്കെ സത്യം എന്താണെന്ന് ആരാണ് അറിയുക? പ്രിയപ്പെട്ടവരെയും, നമ്മൾ സാധാരണ വാർത്തകൾക്കും സാധാരണ സത്യങ്ങൾക്കും സാധാരണമായ സത്യങ്ങൾക്കും ഒന്നും പ്രാധാന്യം കൊടുക്കാത്ത രീതിയിൽ മനുഷ്യൻ്റെ മനസ്സ് സെൻസേഷണലായി പോയി എന്നുള്ളതാണ് വാസ്തവം. മസാല കഥകളൊക്കെ ഉണ്ടെങ്കിൽ മനുഷ്യൻ കൂടുതൽ കേട്ടിരിക്കും. ആണുങ്ങൾ മാത്രമുള്ള ഒരു കേസിന് വലിയ പ്രാധാന്യം കിട്ടില്ല. ഒരു സ്ത്രീ കൂടി അതിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ മാധ്യമ ശ്രദ്ധ, വലിയ ജനശ്രദ്ധ അതിന് കിട്ടുകയാണ്. പുരുഷന്മാർ മാത്രമുള്ളതോ സ്ത്രീകൾ മാത്രമുള്ളതോ ആയ കേസുകൾക്കൊന്നും വലിയ ശ്രദ്ധയില്ല. പക്ഷേ അതിനകത്ത് മസാലക്കൂട്ടുകൾക്ക് സാധ്യതകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധ്യതകളേറുകയാണ്. ഈ രീതിയിലൊക്കെ നമ്മുടെ സംസ്കാരം അധപതിക്കുമ്പോൾ നമ്മൾക്ക് മറിച്ച് ചിന്തിക്കാൻ സാധിക്കണം. ഇതൊക്കെ വാസ്തവമാണോ? ഈ സത്യം നമുക്ക് ഏത് രീതിയിൽ എത്രമാത്രം നമുക്ക് ഈ സത്യത്തെ ഉയർത്തിപ്പിടിക്കാനായിട്ട് സാധിക്കും? ഞാൻ ചെറുപ്പക്കാരോട് സംസാരിക്കുമ്പോൾ അവരോട് ഒരു കാര്യം പറയാറുണ്ട്. നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് ലഭിക്കുന്ന വാർത്തകൾ കാണുമ്പോൾ നിങ്ങൾക്ക് സത്യം അറിയാമെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളത് ആർക്കും പങ്കുവയ്ക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ പങ്കുവെച്ചോ, കുഴപ്പമില്ല. എനിക്കിതിൻ്റെ സത്യം അറിയാം, പങ്കുവെച്ചോ. പക്ഷെ അറിയാൻ വയ്യാത്തതാണെങ്കിൽ പങ്കുവയ്ക്കരുത്. കാരണം അതിലൂടെ മാനം നഷ്ടപ്പെടുന്ന കുറേ മനുഷ്യരുണ്ട്. അതിൻ്റെയൊക്കെ പാപഭാരം നമ്മുടെ തലയിൽ കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ വിവേചനാബുദ്ധിയോടുകൂടി കാര്യങ്ങളെ കാണാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ സത്യത്തിൻ്റെ ശുശ്രൂഷകരാകുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സത്യത്തോടുള്ള സമർപ്പണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ പൊതുവായ ഒരു ബോധ്യമായിട്ട് മാറേണ്ടതാണ്. സത്യം അറിയാമെങ്കിലേ ഞാനത് പറയൂ, അല്ലെങ്കിൽ ആരെയും വിധിക്കാൻ ഞാൻ തയ്യാറല്ല. കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞല്ലോ, വിധിക്കരുത്. നീ വിധിക്കുന്ന അളവ് കൊണ്ട് തന്നെ നീയും വിധിക്കപ്പെടും. അതുകൊണ്ട് വിധിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ഈ മുൻവിധിയുടെ ലോകത്ത് നിന്ന് പുറത്തു കടക്കാനായിട്ട് സാധിക്കണം. അത് പലപ്പോഴും സാധ്യമല്ലാത്ത രീതിയിൽ നമ്മുടെ ചിന്തകളെയെല്ലാം സ്വാധീനിക്കുന്ന മാധ്യമ വാർത്തകളുടെ ഒരു വെളിയേറ്റമുണ്ടാകുന്നു എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ ക്രൈസ്തവ സഭയ്ക്ക് നേരെ ഉണ്ടാകുന്ന അസത്യങ്ങളുടെ ഒരു ഘോഷയാത്ര, അതിനെക്കുറിച്ച് നമുക്ക് കരുതിയിരിക്കാനായിട്ട് സാധിക്കണം. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്,
ഈ സമൂഹത്തിന് നന്മയുടെ വലിയ ഒരു നിധിയായിട്ട് ഇന്നും നിലകൊള്ളുകയാണ് നമ്മുടെ സഭയും സഭയുടെ സ്ഥാപനങ്ങളുമെല്ലാം. ഇന്നും നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ഒരു നിധിയായിട്ട് മാറുകയാണ് നമ്മുടെ സഭയുടെ കരുതലും കാവലുമെല്ലാം. കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ, ആരോഗ്യ ശുശ്രൂഷയിലൂടെ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ ഒരു സമൂഹത്തെ മുഴുവൻ പ്രബുദ്ധതയിലേക്ക് കൊണ്ടുവന്നത് നമ്മളാണ്. പക്ഷേ ആ നമ്മൾ ഇന്ന് പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിക്കത്തക്ക രീതിയിൽ മാധ്യമങ്ങളിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ ഓർത്തുകൊള്ളുക, അത്ര വലിയ വിചാരണയൊന്നും നമ്മൾ അർഹിക്കുന്നില്ല. നമ്മുടെ കൂട്ടത്തിൽ മാനുഷികമായ കുറവുകളൊക്കെ ഉണ്ടാവും. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്. കുറവുകളൊന്നും നമ്മൾ മറച്ചു വയ്ക്കുന്നില്ല. കുറവുകൾ അംഗീകരിക്കുകയും മാനസാന്തരത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണല്ലോ നമ്മൾ. വ്യക്തികളുടെ മാനസാന്തരമാണ് സഭയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അല്ലാതെ ആരെയും തൂക്കിക്കൊല്ലുക എന്നുള്ളതോ ആർക്കെങ്കിലും ജീവപര്യന്തം തടവ് വിധിക്കുക എന്നുള്ളതോ ഒന്നും സഭയുടെ ജോലിയല്ല. അതിനൊക്കെ മറ്റ് കോടതികളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. സഭയ്ക്ക് ചെയ്യാൻ സാധിക്കുക വ്യക്തികളെ കുറവുകളെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, തിന്മയിൽ നിന്ന് ഉള്ള ഒരു മോചനത്തിന് വേണ്ടി അവന് വഴികൾ തുറന്നു കൊടുക്കുക, മാനസാന്തരത്തിൻ്റെ വഴികൾ തുറന്നു കൊടുക്കുക. അതുമാത്രമാണ്. അതുകൊണ്ടാണ് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, വലിയ കുറ്റവാളികൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ച് മാനസാന്തരപ്പെടുത്തിയ വിശുദ്ധരെ നമ്മൾ സഭയിൽ എന്നും ആദരിക്കുന്നത്. നമുക്ക് ആ ഒരു കാഴ്ചപ്പാടിൽ സഭയെ നോക്കിക്കാണാനായിട്ട് സാധിക്കണം. സഭയൊരിക്കലും ആരെയും ശിക്ഷിക്കാനോ ആരെയും തകർക്കാനോ ഉള്ള ഒരു സംവിധാനമൊന്നുമല്ല, മറിച്ച് ക്ഷമാപൂർവം കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ മനസ്സാണ് സഭയുടേതെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് നമ്മളെ എതിർക്കുന്നവരും നമ്മളെ ഇപ്രകാരം പൊതുമധ്യത്തിൽ അവഹേളിക്കുന്നവർക്കുമൊന്നും സേവനങ്ങളും ശുശ്രൂഷകളും നമ്മൾ ഇന്നും നിഷേധിക്കുന്നില്ല. നമ്മുടെ വിദ്യാലയങ്ങളും നമ്മുടെ ദേവാലയങ്ങളും നമ്മുടെ ആതുരാലയങ്ങളും നമ്മുടെ കാരുണ്യ ഭവനങ്ങളും എല്ലാം തുറന്നു കിടക്കുകയാണ് എല്ലാവർക്കും വേണ്ടിയും. ഈ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം അത് നമ്മളെ കൂടുതൽ അഭിമാനമുള്ളവരാക്കി മാറ്റും. ആ അഭിമാനബോധത്തിലൂടെ ഇപ്രകാരമുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ ഉള്ള നിക്ഷിപ്ത താല്പര്യക്കാരുടെ പരിശ്രമങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും നമ്മുടെ സഭയുടെ നന്മയുടെ ചരിത്രം നമുക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ തനിമയും വിശ്വാസത്തിൻ്റെ നന്മയും നമ്മുടെ ബോധ്യങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? നമുക്ക് അഭിമാന ബോധമുണ്ടോ? നമ്മുടെ സഭയെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, നമ്മുടെ സമൂഹത്തെക്കുറിച്ച്? അതില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ പ്രചരണങ്ങളെക്കുറിച്ച് ഒത്തിരി പരിതപിക്കുന്നതിൽ അർത്ഥമില്ല. അതേസമയം നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ അനർഘനിധിയെക്കുറിച്ച് അഭിമാനബോധമുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കതൊക്കെ കരുണയോടുകൂടി കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാലഘട്ടത്തിലെ ചില മാധ്യമങ്ങളെങ്കിലും വയ്ക്കുന്ന, അവരെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്ന ചില അജണ്ടകൾ അനുസരിച്ച് നമ്മൾ വിചാരണ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ അജണ്ടകളെക്കുറിച്ച് അവബോധമുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് ഇത്തരത്തിലുള്ള ഉദ്ബോധനങ്ങളും വേദികളും കൺവെൻഷനുകളും എല്ലാം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് വാസ്തവം. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയുടെ നന്മകളെക്കുറിച്ച് അവബോധമുള്ളവരാകാനും നമ്മുടെ നന്മകളെ തമസ്കരിക്കാനുള്ള പരിശ്രമങ്ങൾ ബോധപൂർവം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് അവബോധമുള്ളവരാകാനുമെല്ലാം നമുക്ക് സാധിക്കണം. നമ്മളിലെ ഐക്യത്തെയും നമ്മളിലെ അഭിമാനബോധത്തെയും തകർക്കുന്ന പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ കരുണയോടെ വിലയിരുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള പരിശ്രമങ്ങളെല്ലാം ശക്തമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കും. കാരണം നമ്മുടെ സഭയിൽ ഐക്യമുണ്ടെങ്കിൽ ഏറ്റവും വലിയ അസ്വസ്ഥത സാത്താനാണ്. നമ്മുടെ സഭ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത സാത്താനാണ്. കാരണം അവൻ്റെ രാജ്യം ദുർബലപ്പെടും. അതുകൊണ്ട് അവൻ അതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവൻ അതിന് വിരുദ്ധമായ എല്ലാ പദ്ധതികളും പ്ലാനുകളും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതിന് അവൻ പലരെയും ഉപയോഗിച്ചു കൊണ്ടിരിക്കും. അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പൊതു സ്വഭാവം. അവിടെ ജാഗ്രതയും
അതുപോലെ പ്രാർത്ഥനാപൂർവമുള്ള കാത്തിരിപ്പുമൊക്കെയാണ് പരിഹാരങ്ങൾ. അതിന് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. മാധ്യമങ്ങളിലൂടെയുള്ള ക്രൈസ്തവ അവഹേളനത്തെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ബിഷപ്പ് മാർ തോമസ് തറയിൽ നമ്മോട് പങ്കുവച്ചത്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ക്രൈസ്തവ അവഹേളനത്തെ സംബന്ധിച്ച് പ്രമുഖ ഓൺലൈൻ മാധ്യമമായ സി ന്യൂസ് ലൈവിന്റെ മേധാവി ശ്രീ ജോസഫ് ദാസൻ നാളെ നമ്മോട് സംസാരിക്കും. മാധ്യമങ്ങളിലൂടെയുള്ള ക്രൈസ്തവ വേട്ട എന്ന പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ഷെക്കേന ന്യൂസിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ അപ്ലോഡ് ചെയ്യുന്ന ഈ പ്രോഗ്രാമിന്റെ വീഡിയോകളുടെ കമന്റ് ബോക്സിലും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്താം.